ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ നിർമ്മല സെന്ററിൽ വെച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറും ടാസ്ക് ഫോഴ്സ് രൂപീകരണവും നടത്തി. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്റർ മെഡിക്കൽ ആൻഡ് സൈക്യാട്രി വിഭാഗത്തിന്റെയും സജീവം ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെയും വിമല സോഷ്യൽ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ടാസ്ക് ഫോഴ്സ് രൂപീകരണവും നടത്തി. മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെർലിൻ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും വലിയ പ്രശ്നം മദ്യവും മയക്കുമരുന്നുമാണ്. ആ മദ്യവും മയക്കുമരുന്നും കൊണ്ട് ഓരോ കുടുംബങ്ങളും യുവാക്കളും കുഞ്ഞുങ്ങളും തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ പുനരുദ്ധരിക്കുക എന്നുള്ളത് നമ്മളെപ്പോലെയുള്ളവരുടെ ഉത്തരവാദിത്വമാണ്. ഇതിന് മദ്യത്തിന്റെയൊക്കെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്നതും ആ വ്യക്തി അനുഭവിക്കും. അതുപോലെ തന്നെ ആ കുടുംബം, നമുക്കറിയാം, കുടുംബത്തില് സ്ത്രീകള് കുഞ്ഞുങ്ങള് എത്രമാത്രം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഓരോ ദിവസവും പണിത് കിട്ടുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന പൈസ കള്ളുഷാപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് വീട്ടിൽ ആടിയാടി വരുമ്പോഴുള്ള ഓരോ അവസ്ഥകള് ഞാൻ പറയാതെ തന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴുമൊക്കെ പലയിടങ്ങളിലും ആളുകൾ കുടിച്ച് യാതൊരു വസ്ത്രങ്ങളും ഇല്ലാതെ റോഡുകളിൽ കിടക്കുന്നതൊക്കെ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. അവരെയൊക്കെ പുനരുദ്ധരിക്കുക, അവരെയൊക്കെ നേർവഴിക്ക് കൊണ്ടുവരിക, അവർക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നിങ്ങളെപ്പോലെയുള്ളവരുടെ ഒരു ഉത്തരവാദിത്വമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ കാർന്നു തിന്നുന്ന മാരക വിപത്തായി ലഹരി മാറിയിരിക്കുന്നുവെന്നും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആനുകാലികമായ വലിയ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് മദ്യപാനവും മയക്കുമരുന്നുമൊക്കെ. നാളുകളിലെ റിപ്പോർട്ടുകളിലേക്കൊക്കെ കടന്നു ചെന്നാൽ നമ്മയൊക്കെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അവസ്ഥയാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒരു ഹബ്ബായി മാറിയിരിക്കുന്നു എന്നുള്ള ദാരുണമായ അവസ്ഥയ്ക്ക് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഓരോ റിപ്പോർട്ടുകൾ കാണുവാനായിട്ടിടയായി. 2020 മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം 5694. തൊട്ടടുത്ത വർഷം 2021 അതിന്റെ എണ്ണം 6704 വർദ്ധിച്ചതായിട്ടാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് പുറത്തുവന്നത്. 2022 ആയപ്പോഴേക്കും ഒരു വലിയ കുതിച്ചുചാട്ടം ആ മേഖലയിൽ കേരളത്തിൽ നടത്താനായിട്ട് കഴിയും. അത് 6000 നിന്ന് 11764 കുതിച്ചു. 23 റിപ്പോർട്ട് വന്നപ്പോൾ അത്ഭുതപ്പെടുത്തുന്നതാണ് അതിന്റെ വളർച്ച. 1,00,000-ഓളം കേസുകളാണ് പിടിക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തത്. അല്ലാത്തതായ ധാരാളം കേസുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും അത് നമ്മൾ അറിയുന്നില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ അത് അറിഞ്ഞാലും കേസിലേക്കും അറസ്റ്റിലേക്കും ഒക്കെ പോകാനായിട്ട് ഔത്സുക്യം കാണിക്കുന്ന ഒരു അവസ്ഥ വിശേഷം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മയക്കുമരുന്ന് അടിമകളായിട്ടുള്ള ആളുകളുടെ ഒരു വയസ്സ് എത്രമാത്രം എന്ന് ഒരു പഠനം നടത്തി. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ തിരിച്ചറിയുന്നത്
9 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇന്ന് ഈ മേഖലയിൽ ഏറെ സജീവമായിട്ട്. കഴിഞ്ഞ ദിവസം സജീവം എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഒരു ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ട് ഒരു മാഡം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി അവർ സൂചിപ്പിച്ചതാണ് 2ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഇന്ന് മയക്കുമരുന്നിന് അടിമകളായിരിക്കും. സജീവം പ്രോജക്ട് സ്റ്റേറ്റ് കോർഡിനേറ്റർ സജോ ജോയ് ടാസ്ക് ഫോഴ്സ് പരിശീലനം നൽകി. പ്രായത്തിനും ജ്ഞാനത്തിനും ദൈവത്തിന്റെ മനുഷ്യ സമൃദ്ധി വളർന്നു വരുന്ന രീതിയിൽ യൂത്ത് സെറ്റാണ്, കുട്ടികളെ സെറ്റാണ്. അപ്പൊ അതിനുള്ള പോയിന്റ് കുട്ടികൾ 10 പോയിന്റ്, അതായത് എല്ലാവരും സംസാരിക്കണം, എല്ലാവരുടെ അഭിപ്രായങ്ങൾ വരണം. നമുക്ക് വേറെ ഒരു സ്ഥലത്ത് മോഡലിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചേച്ചി ലഹരി കടുമയാണോ, എന്തുകൊണ്ടായില്ല, ഇത്രയും പറഞ്ഞു കൊടുത്താൽ മതി അല്ലേ? ഇത്രയും പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ ലഹരി കടുമയല്ല. കാരണം എന്താ? അതിന് ചില കാരണങ്ങൾ. ഈ കാരണങ്ങൾ നമ്മൾ കൊച്ചിനെ പഠിപ്പിക്കുക, ഫാമിലിക്കകത്ത് അപ്ലൈ ചെയ്യുക. അപ്പൊ സന്തോഷകരമായ അന്തരീക്ഷം കുടുംബത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ഗ്രൂപ്പ് ചർച്ച ചെയ്യുമ്പോൾ, രണ്ടാമത്തെ ഗ്രൂപ്പ് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ കയ്യിൽ ഒരു വിഭാഗത്തിലാണ് ഈ എല്ലാ മാനസിക രോഗങ്ങളെയും സബ്സ്റ്റൻസ് അബ്യൂസിനെയും ഒക്കെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാനസിക രോഗ വിഭാഗത്തിൽ തന്നെയാണ് ഇവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ കുട്ടികളും അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ജനതകൾ, സാധാരണ നമ്മുടെ ജനങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഒരു 50-60 വയസ്സിനൊക്കെ മുകളിലുള്ളവരെ സംബന്ധിച്ച് ചില കള്ള്, അതല്ലെങ്കിൽ ബ്രാൻഡി, വിസ്കി അവിടെ കൊണ്ടൊക്കെ ഏകദേശം തോന്നും. പിന്നെ കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ പുകയില വലിക്കുകയോ അല്ലെങ്കിൽ മുറുക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ ചെറിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം വരുമ്പം അവർക്കും മദ്യവും അതൊക്കെ കൂടെ മാറിയിട്ട് കഞ്ചാവ്, MDMA, LSD അങ്ങനത്തെയുള്ള വലിയ വലിയ സാധനങ്ങളിലേക്കായിട്ട് അവർ മാറിയിരിക്കുകയാണ് യൂത്ത്. നമ്മുടെ ഒരു യൂത്തിന്റെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പോലും വേറെ ഒരു തരത്തിൽ. സിസ്റ്റർ ഡോക്ടർ ലിൻസ് മരിയ, ഡോക്ടർ സിസ്റ്റർ റാണി ജോസ്, സിസ്റ്റർ ഇൻഫൻ ട്രീസ, ആഷ്ന ചാക്കോ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഐപ്പ് ജോൺ കല്ലിങ്കൽ, ജോൺസൺ കറുകപ്പിള്ളിൽ, മദർ ജോബിറ്റ്, സിസ്റ്റർ സെലിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു. രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വോളണ്ടിയേഴ്സ് യോഗത്തിൽ സംബന്ധിച്ചു.